بسم الله الرحمن الرحيم. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين. إن الله يعلم غيب السماوات والأرض والله بصير بما تعملون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1813 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 49 അധ്യായമായ സൂറത്തുൽ ഹുജുറാത്തിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള ചർച്ചയാണ് ഇന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين. إن الله يعلم غيب السماوات والأرض والله بصير بما تعملون. صدق الله العلي العظيم. സൂറത്തുൽ ഹുജറാത്തിലെ അവസാനത്തെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 18 ആയത്തുകൾ അടങ്ങിയ ഈ സൂറത്തിന്റെ പഠനം നമ്മൾ പൂർത്തീകരിക്കുകയുണ്ടായി. സൂറത്തുൽ ഹുജറാത്ത്, അതിന്റെ പേര് വന്ന പശ്ചാത്തലം, അതിന്റെ ഉള്ളടക്കം, അതിന്റെ അവതരണ സന്ദർഭം തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സൂറത്തിന്റെ ആയാത്തുകൾ സാധിക്കുന്നിടത്തോളമൊക്കെ വിശദമായിട്ട് നമ്മൾ പ്രതിപാദിക്കുകയും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യും. അതിനെ തുടർന്നുള്ള ചോദ്യോത്തരങ്ങൾക്കുള്ള അവസരമാണ്. ഏറെയൊന്നും ചോദ്യങ്ങൾ ഈ സൂറത്തിന്റെ ചർച്ചവേളയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ 1-2 പേരിൽ നിന്നായിട്ട് ലഭിച്ച ചോദ്യങ്ങൾ മാത്രമാണ്
നമുക്ക് പരിഗണിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സെഷനിലൂടെ ആ പ്രക്രിയ പൂർത്തീകരിച്ച് സൂറത്തു ഖാഫിന്റെ പഠനം നമുക്ക് നാളെ ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ വളരെ പ്രസക്തവും പ്രാധാന്യവും ഒക്കെ ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ്. വിശദമായ പ്രതിപാദനം ആവശ്യമായി വരികയും ചെയ്യുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്തുകൾ നിങ്ങളെ വീണ്ടും കേൾപ്പിച്ചിട്ടുള്ളത്. ആ ആയത്തുകളുമായിട്ട് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നതാണ് അതിന് ഒരു കാരണം. ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, സൂറത്തുൽ ഹുജറാത്തിൽ മുസ്ലിമും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ഈ വിഷയം കാലികമായി കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിശദീകരണമാണ് ചോദ്യം ഉന്നയിച്ച ആള് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ സൂറത്തുൽ ഹുജറാത്തില് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി, ഈ സൂറത്തിന്റെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോ ഇതിന്റെ തൊട്ടു മുമ്പുള്ള സൂറത്തുൽ ഫത്തഹില് അള്ളാഹു സത്യനിഷേധികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ബൈഅത്തുൽ റിദ്വാന്റെ പശ്ചാത്തലം, അതുപോലെ ഹുദൈബിയ സന്ധി തുടങ്ങിയുള്ള സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ പ്രതിപാദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ പൂർത്തീകരണത്തിന്റെ സൂചനകൾ നൽകുകയൊക്കെ ചെയ്യുകയാണ് ആ സൂറത്തില് ചെയ്തിട്ടുള്ളത്. സൂറത്തുൽ ഹുജറാത്തില് 1-2 വർഷങ്ങൾക്കുള്ളിൽ മക്ക വിജയം സംഭവിക്കുകയും ആ ഘട്ടത്തില് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക്, വിവിധ ഗോത്രങ്ങൾ ഈ മരുഭൂ പ്രദേശങ്ങളിലെ അധിവസിച്ചിരുന്ന ഗോത്രങ്ങളൊക്കെ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. ആ ഒരു ഘട്ടത്തില് ഇസ്ലാമിക സമൂഹത്തിലെ അംഗങ്ങൾക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്ന സാംസ്കാരികവും അതുപോലെ വ്യവഹാരപരവും വ്യക്തിബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെയായി റിലേറ്റഡ് ആയ കാര്യങ്ങളിലൊന്നും വേണ്ടത്ര തസ്കിയത്ത് ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടായില്ല എന്നത്, അല്ലെങ്കിൽ അതിന് അവസരം ഉണ്ടാകുന്നില്ല വേണ്ടത്ര എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ സാഹചര്യത്തെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ചില ഇടപെടലുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തില് നടത്തുന്നത്. അതിൽ മുഖ്യമായി അഭിസംബോധന ചെയ്യപ്പെടുന്നത് വിശ്വാസികൾ തന്നെയാണ്. തുടക്കം തന്നെ അങ്ങനെയാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. രണ്ടാമത്തെ ആയത്തും തുടങ്ങുന്നത് അങ്ങനെയാണ്. പിന്നീട് അങ്ങോട്ട് 6-ാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ടാണ്. അതുപോലെ ഒരു 1-2 ആയത്തുകൾ താഴേക്ക് വന്നാൽ 11-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഈ 12-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷമാണ് യാ അയ്യുഹന്നാസ് എന്ന ഒരു പൊതു അഭിസംബോധന നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ സൂറത്തില് മുഖ്യമായിട്ടും ഈ സത്യവിശ്വാസികളുടെ ആ സമൂഹത്തെ ശരിയായ വിധത്തിൽ മാർഗദർശനം ചെയ്യുക അവരുടെ എല്ലാ കാര്യങ്ങളിലും എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിക്കപ്പെട്ടതാണ്. അത് മിക്ക കാര്യങ്ങളും അതിൽ പരാമർശിക്കുന്നത് സത്യവിശ്വാസികളുടെ ആ സമൂഹത്തിന്റെ അകത്ത് സമൂഹത്തെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതുമാണ്. അപ്പോ ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം, ഈ മുസ്ലിമും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം പ്രതിപാദിക്കുന്നുണ്ടല്ലോ ഈ സൂറത്തില് എന്നതാണ്. അത് കാലികമായ ഒരു വിശദീകരണം ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ന നിലക്കാണ് ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തില് ഭാഷാപരമായി അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഈ 2 പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഈ വിഷയത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഈ രണ്ട് പദങ്ങളും, മുസ്ലിം എന്ന പദവും മുഅ്മിൻ എന്ന പദവും പരസ്പര പൂരകമായ അല്ലെങ്കിൽ ഒന്നിന് പകരം മറ്റൊന്ന് കോംപ്ലിമെന്ററി ആയിട്ട് ഉപയോഗപ്പെടുത്തപ്പെടുന്ന പദങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് സിനോണിമസ് ആയിട്ട് പര്യായ പദങ്ങൾ എന്ന വിധത്തിലും ഉപയോഗിക്കപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഭാഷാപരമായുള്ള ഒരു വിഷയമല്ല ഈ വ്യത്യാസം എന്ന് പറയുന്നത്. മുസ്ലിം എന്ന് പറയേണ്ടടുത്ത് മുഅ്മിൻ എന്ന് പറയുന്നതും മുഅ്മിൻ എന്ന് പറയേണ്ടടുത്ത് മുസ്ലിം എന്ന് പറയുന്നതും ഒക്കെ സ്വാഭാവികമായി സാധ്യതയുള്ള സംഗതിയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോ അത് ഒരു മുസ്ലിമായ ഒരാളെ അയാള് മുഅ്മിനാണ് എന്ന നിലയ്ക്ക് നമ്മൾ പരാമർശിക്കുകയോ മറിച്ച് പരാമർശിക്കുകയോ ചെയ്യുന്നതിൽ സാധാരണഗതിയിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഖുർആന്റെ പ്രയോഗം ആ നിലക്ക് ഈ രണ്ട് പദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ഉപയോഗിക്കാവുന്ന വിധത്തിൽ പലയിടങ്ങളിലും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരു വിഷയമല്ല. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് വിശ്വാസം ഉൾക്കൊള്ളാത്ത ഒരു പുതിയ സമൂഹം, അറബികളുടെ, ബദവി അറബികളുടെ സമൂഹം, അവരുടെ നയം, നിലപാട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നൊക്കെയുള്ള നിലക്ക് അവര് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായി ചേർന്നിരിക്കുകയാണ്. അത് ആ ഘട്ടത്തില് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും നേടിക്കൊണ്ടിരുന്ന ആ വേരോട്ടം, അവരുടെ സ്വാധീനം, അതുപോലെ രാഷ്ട്രീയ രംഗത്ത് അവര് കൈവരിച്ചിട്ടുണ്ടായിരുന്ന ശക്തിയും കരുത്തും ഒക്കെ ആ ഒരു ഘട്ടത്തില് ആ സംവിധാനങ്ങളോടും ആ സമൂഹത്തോടും ഒരു നിലപാട് ഉണ്ടാവേണ്ടത് ആവശ്യമായി വന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ എല്ലാ ആ ചുറ്റുപാടുമായി ഉണ്ടായിരുന്ന ഗോത്രങ്ങളും സമൂഹങ്ങളും ഒക്കെ തന്നെ തങ്ങളുടെ നിലപാട് ഇസ്ലാമിനോടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മദീനയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ആ രാഷ്ട്രത്തോടുള്ള തങ്ങളുടെ നിലപാട് എന്താണ് എന്നത് വ്യക്തമാക്കേണ്ടി വന്ന ഒരു അനിവാര്യത ഉണ്ടായിരുന്നു. ആ അനിവാര്യത അവരുടെ നിലനിൽപ്പിന് കൂടി വളരെ ആവശ്യമായ ഒരു സംഗതിയായിരുന്നു. അപ്പോ ആ നിലക്കാണ് ഈ ബദവി ഗോത്രങ്ങൾ, ഞാൻ ചില പേരുകളൊക്കെ പരാമർശിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു ആയത്തുകൾ വിശദീകരിച്ച സന്ദർഭത്തിൽ. ഒരു 5-6 ഗോത്രങ്ങൾ ആ പേരില് ഈ സന്ദർഭത്തിൽ ഇസ്ലാമിലേക്ക് വന്നവരായിട്ട് നമുക്ക് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോ ഈ ഗോത്രങ്ങളുടെ കാര്യത്തില് അവര് ഇസ്ലാമിന്റെ ആദർശത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് അത് സത്യമാണ് എന്ന് ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ മാർഗം, ആ ഹെക്കിന്റെ പാത പിൻപറ്റുക എന്ന ഒരു തലത്തില് അങ്ങനെ ഒരു രീതിയിൽ ഇസ്ലാമിലേക്ക് വന്നവരായിരുന്നില്ല. ബഹുഭൂരിപക്ഷവും ഇങ്ങനെ കടന്നു വന്ന ഗോത്രങ്ങളും അതിൽപ്പെട്ട ആളുകളും ഒക്കെ തന്നെ അന്നത്തെ ഞാൻ സൂചിപ്പിച്ച വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് അനിവാര്യമായിരുന്നു എന്ന നിലക്ക് മുസ്ലിം സംഘത്തെ അല്ലെങ്കിൽ മദീനയിലെ സംവിധാനങ്ങളെ പിന്തുണക്കുന്നവരായി മാറി എന്നതേ ആ ഘട്ടത്തിലുള്ളൂ. യഥാർത്ഥത്തിൽ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ ഒരു വിധേയത്വം കാണിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് പിന്തുണക്കുന്ന കുറെ ആളുകളെ, അവരെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആ നിലക്ക് ഈ സമുദായത്തിന്റെ ഭാഗമായി കാണുന്ന ഒരു കാര്യമല്ല. ഇസ്ലാം അവരുടെ സമ്പൂർണമായ പരിവർത്തനം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ആ ഒരു കാര്യം തന്നെയാണ് വിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഈ ആളുകൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് തുടക്കത്തിൽ അങ്ങനെയൊക്കെയാണ്. അവര് പിന്നീട് മിക്കവാറും പേര് അവരൊക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ സംസ്കരണ പ്രക്രിയയിൽ സ്ട്രീം ലൈൻഡായി അവര് നല്ല മുഅ്മിനുകളായി ഒക്കെ മാറിയിട്ടുണ്ട്. മറിച്ച് ആയവരും ഉണ്ടാവും, സംഘർഷങ്ങൾക്കും കുഴപ്പങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുത്തവരും കലാപകാരികളായി മാറിയവരും ഒക്കെ അവരുടെ കൂട്ടത്തിലുണ്ടാകാം. പിന്നീട് അങ്ങനെയുള്ള സംഭവ വികാസങ്ങള് തുടർന്നുള്ള വർഷങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിൽ അരങ്ങേറുകയും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയും കുറച്ചു പേരൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും
പിന്നെ ഇസ്ലാമിന്റെ സംവിധാനങ്ങൾ സമൂഹത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് തന്നെ നടപ്പിലാക്കപ്പെടുന്ന പല സംവിധാനങ്ങളും ഇസ്ലാമിലുണ്ട്. നമസ്കാരവും ജുമയും അതുപോലെയുള്ള സംഗതികളൊക്കെ ആയിട്ട്. അപ്പോ ആ നിലക്കൊക്കെ ഈ സമൂഹങ്ങളൊക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായിട്ട് സ്ട്രീം ലൈൻഡായി വിശ്വാസപരമായി വലിയ ഉയർച്ചയും അതുപോലെ ശുദ്ധീകരണമൊക്കെ നേടാൻ സാധിച്ച ആളുകളായിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷെ ഈ ഘട്ടത്തില് ഈ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് അവരുടെ കൃത്യമായ ഭൗതിക താല്പര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ കേവല ഭൗതിക താല്പര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ഈ മേൽവിലാസം പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ അവര് തങ്ങള് മൂമിനുകളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവരതാവുന്നില്ല, അതിന്റെ ഫലം അവർക്ക് ലഭിക്കുന്നുമില്ല. അവര് വേണമെങ്കിലും മുസ്ലിങ്ങൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോട്ടെ, സ്വയം വിളിച്ചോട്ടെ എന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ഒരു വിധേയപ്പെടൽ മാത്രമാണ്, വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രതിഭാസം ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടേതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു പ്രതിഭാസം വളരെ കൂടുതലായിരിക്കും. കാരണം പലരും കുടുംബപരമായിട്ട് പാരന്റൽ റിലിജൻ എന്ന നിലക്ക് ഇസ്ലാം മേൽവിലാസം ഇസ്ലാമിക ഐഡന്റിറ്റിയും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയാണ്. പക്ഷെ ഇവരിൽ തന്നെ ഇടകലർന്ന് നല്ല കറകളഞ്ഞ ഈമാനുള്ള ആളുകളും അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആയിട്ട് പലരും രംഗത്ത് വരുന്നതും നമുക്ക് കാണാം. അപ്പൊ അതൊരു പ്രത്യേക ക്ലാസ് ഒന്നുമല്ല. വിശ്വാസത്തിന്റെ തലത്തിൽ വേണ്ടത്ര ഒരു മൂർച്ച ഉണ്ടായിട്ടില്ലാത്ത, കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ പ്രേരണയിലോ ഒക്കെ ആയിട്ട് ഇസ്ലാം എന്ന മേൽവിലാസം ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ അത് കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അവർക്കൊന്നും തന്നെ ആ ഒരു നിലപാടിൽ തന്നെയാണ് അവർ തുടരുന്നതെങ്കിൽ ആ ഒരു മേൽവിലാസം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നൊരു കാര്യം അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവര് വിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ കൃത്യമായി സ്ഥാനം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോഴേ അത് ഫലം ചെയ്യുള്ളൂ. അതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും ഇത് വളരെ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന ലെവലിലൊക്കെ ഈ ആളുകൾ ആദർശപരമായ പ്രതിബദ്ധതയില്ലാത്ത, എന്നാൽ സാമുദായികമായ മേൽവിലാസവും അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്ങും ഒക്കെ കൊണ്ടു നടക്കുന്നവരായിരിക്കും ഒരു പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ടുമായിട്ട് രംഗത്ത് വരുമ്പോൾ കൂടുതലുള്ളത് എന്ന് നമുക്ക് അനുഭവപ്പെടാം. കാരണം വിശ്വാസം മാറ്റുരക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. അള്ളാഹുവിന്റെ ദീനിലേക്ക് ഒരാൾ വന്നു എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനെ തുടർന്ന് അള്ളാഹു അയാൾക്ക് പല അവസരങ്ങളും അയാളുടെ ഈമാൻ ശരിയായതാണോ അല്ലേ എന്നത് അയാൾക്ക് സ്വയം ബോധ്യപ്പെടുന്നതിനും അള്ളാഹു അത് സ്ഥാപിതമാക്കുന്നതിനൊക്കെ വേണ്ടിയായിട്ട് പല വിധത്തിലുള്ള അവസരങ്ങളും അയാളുടെ മുന്നിൽ ഉണ്ടാകും, അയാളുടെ മുന്നിൽ വരും. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ, അത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ വിശ്വാസം പ്രകടിപ്പിക്കാനോ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ അറാബികളുടേത് പോലെയുള്ള പ്രതിസന്ധി അവരെയും കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരും നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പം നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തില് ഈ പ്രശ്നം ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ രൂക്ഷമായ ഒരു വിഷയമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം അങ്ങനെയുള്ള നാമമാത്ര മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തന്നെ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായിട്ട് കാണാം. അവര് പേര് മാത്രം, അത് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊക്കെ നിലനിൽക്കുന്ന ചില രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അത് പലപ്പോഴും അതിനെ OBC എന്നോ മുസ്ലിം എന്നോ അതുപോലെ തൊഴിൽപരമായ റിസർവേഷന്റെ ആവശ്യത്തിനോ ഒക്കെ
വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കൊക്കെ വേണ്ടി ആ മേൽവിലാസം പലപ്പോഴും പ്രയോജനം ചെയ്യുന്നത് കൊണ്ട് അതങ്ങനെ നിലനിർത്തി പോകുന്ന ആളുകൾ പലരും ഉണ്ട്. അവര് പലപ്പോഴും ഇസ്ലാമിനോട് ആദർശം എന്ന നിലക്ക് എന്നോ വിട പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അവര് സ്റ്റിൽ മുസ്ലിം ഐഡന്റിറ്റി കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഇസ്ലാമിന്റെ വളരെ വ്യക്തമായ ഇസ്ലാമിനോട് ശത്രുത കാണിക്കുന്ന ആളുകളും ഒരുപാട് പേര് അറിയപ്പെടുന്നതും മുസ്ലിങ്ങൾ എന്നുള്ള നിലക്കാണ്. അവർക്ക് മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് അനന്തരാവകാശം, അതുപോലെ വ്യക്തി നിയമങ്ങള്, അതുപോലെയുള്ള പല സംഗതികളും അവർ പ്രയോജനപ്പെടുത്തും. പക്ഷെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ഒക്കെയുള്ള റിസർവേഷൻ, ഈ വക കാര്യങ്ങളിലൊക്കെ തന്നെ അവര് ആ മേൽവിലാസം പ്രയോജനപ്പെടുത്തുന്നുണ്ടാവും. പക്ഷെ സത്യവിശ്വാസം അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവില്ല. ഇസ്ലാമിനോട് അവർക്ക് യാതൊരു പ്രതിബദ്ധതയും ഉണ്ടാവില്ല. ഇത് വ്യക്തികൾ മാത്രമല്ല, പലപ്പോഴും സംഘടിത വിഭാഗങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവര് ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു എന്നത് ഒരിക്കൽ പോലും പരിശോധിക്കാതെയാണ് നിലപാടുകളും നയങ്ങളും ഒക്കെ രൂപീകരിക്കുന്നത്. ഒരിക്കല് സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖനായ ഒരു നേതാവ് ഇസ്ലാമിന്റെ സമഗ്രതയെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്, അവര് ഞങ്ങൾ ഒരിക്കലും ഒത്തുപോകില്ല, അവര് വേറൊരു ദീന് പറയുന്നവരാണ് എന്ന നിലയ്ക്ക് പരാമർശിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പൊ ഇത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നത്, ഈ കൂട്ടർക്ക്, ഈ പറയുന്ന ആൾക്ക് വേറൊരു മാനദണ്ഡവും വേറൊരു ദീനും വേറൊരു കിതാബും ഒക്കെ ഉണ്ടോ എന്നാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവർ അള്ളാഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ള വേദഗ്രന്ഥം പഠിക്കാനോ മനസ്സിലാക്കാനോ ഒരു ശ്രമവും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെ ബോധപൂർവം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. എന്നിട്ട് തങ്ങളുടേതെന്തോ വ്യത്യസ്തമായ ഒരു ദീനാണ് എന്ന നിലക്ക് സംസാരിക്കുന്ന ഒരു സംഗതി. സൂക്ഷ്മമായിട്ട് പഠിച്ചു നോക്കട്ടെ. ഇതിന്റെ അടിത്തറകള് അള്ളാഹുവിന്റെ കിതാബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മാത്രമാണല്ലോ. അത് വെച്ചുകൊണ്ട് അതിന് യോജിക്കുന്ന നിലപാടാണോ തങ്ങൾ സ്വീകരിക്കുന്നത് എന്നത് അവര് പരിശോധിക്കുകയല്ല വേണ്ടത്. അവര് വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് കാല് മുറിച്ചു കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ട് ഞങ്ങളും അവര് ഒത്തുപോകൂല എന്ന് പറയുമ്പോൾ, ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ മറ്റൊരു രൂപമാണത്. കാരണം ഇസ്ലാം നമ്മുടെ കാലിന് പറ്റിയ ഒരു ചെരുപ്പായിട്ട് നമുക്ക് അനുഭവപ്പെടേണ്ടതില്ലേ? അങ്ങനെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ കാല് മുറിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായി മാറില്ലേ? ഇതാണ് സംഭവിക്കുന്നത്. അവര് വേറെ ചില നിലപാടുകളില് പല താല്പര്യങ്ങളും കാരണമായിട്ടാവും അങ്ങനെയുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നുണ്ടാവുക. പക്ഷെ ഏത് വിഷയത്തിലും പടച്ച തമ്പുരാന്റെ മാർഗദർശനം അംഗീകരിക്കാൻ സന്നദ്ധരാകുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. അങ്ങനെ സന്നദ്ധരല്ലാത്ത ആളുകളെ എന്ത് പേരാണ് വിളിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഖുർആൻ നൽകുന്ന ഒരു സൂചന മുഖ്തസിമൂൻ എന്നതാണ്. തുണ്ടം തുണ്ടമാക്കിയവർ എന്നാണ്. തുണ്ടം തുണ്ടമാക്കിയവർ എന്ന് പറഞ്ഞാൽ കിതാബിന്, അള്ളാഹുവിന്റെ മാർഗദർശനത്തിനെ പല വിഹിതങ്ങളാക്കി മാറ്റിയിട്ട് ചിലതൊക്കെ കൊണ്ടുപോകും, ചിലതൊക്കെ അവരവിടെ എത്തിച്ചു പോകും. അത് അങ്ങനെയുള്ള ആളുകൾ. അതിന് മൂമിനുകൾ എന്നല്ല അവരെ വിളിക്കേണ്ട പേര്. ഖുർആൻ അവരെ പരാമർശിക്കുന്ന മുഖ്തസ്മീൻ എന്നാണ്. അല്ലദീന ജഅലുൽ ഖുർആന അദീം, വിശുദ്ധ ഖുർആന് അല്ലെങ്കിൽ പൂർവിക വേദങ്ങളെ അവര് പല ഖണ്ഡങ്ങളാക്കിയിട്ട് അവർക്ക് പറ്റിയത് മാത്രം സ്വീകരിക്കുകയും ബാക്കിയുള്ളതിനെ അവഗണിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇത് യഹൂദ ക്രൈസ്തവ സമൂഹങ്ങൾ നേരത്തെ പിന്തുടർന്നിരുന്ന അതേ സംഗതിയാണ്, അതേ നിലപാടാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഈ മുഖ്തസിമീൻ എന്ന പരാമർശം നടത്തുന്നത് തന്നെ യഹൂദരെയും അതുപോലെയുള്ള പൂർവിക വേദങ്ങളുടെ അനുയായികളെയും പരാമർശിച്ചുകൊണ്ടാണ്. അവിടെ അല്ലദീന ജഅലുൽ ഖുർആന അലീൻ എന്ന് പറയുന്നത് തന്നെ, ഖുർആൻ എന്നത് പൂർവിക വേദത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ടാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് എല്ലാ പണ്ഡിതന്മാരും അക്കാര്യത്തിൽ യോജിപ്പുള്ളവരാണ്. കാരണം ഭാഷാപരമായിട്ട് അത് ഖുർആനെ സൂചിപ്പിക്കുന്ന, ആ കോണ്ടെക്സ്റ്റിൽ ഖുർആനെ സൂചിപ്പിക്കുന്ന വിധത്തിലല്ല, പൂർവിക വേദങ്ങളെ സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ആ പദം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ദൈവിക ഗ്രന്ഥത്തെ, ദൈവിക മാർഗദർശനത്തെ ഭാഗികമായിട്ട് സ്വീകരിക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഖുർആൻ പലയിടങ്ങളിലും സംസാരിക്കുന്നത്. അപ്പൊ ഒരു സത്യമാർഗം സ്വീകരിച്ച ഒരാളെ
അയാൾ മുഅ്മിനാണോ അതല്ല കേവലം ഒരു രാഷ്ട്രീയ നിലപാട് എന്നുള്ള നിലയ്ക്ക് വിധേയത്വം പ്രഖ്യാപിച്ച ഒരാൾ മാത്രമാണോ എന്നത് തീരുമാനിക്കുന്നതിന് ഒരു അടിത്തറയുണ്ട്. അത് അയാള് അള്ളാഹുവിന്റെ കൽപ്പനകള്, അള്ളാഹുവിന്റെ കിതാബ്, റസൂലിന്റെ ചര്യ ഇതൊക്കെ അതേപടി അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പിന്തുടരാനും സന്നദ്ധനാണോ അല്ലേ എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അറാബികളെ സംബന്ധിച്ചിടത്തോളം അവര് കേവലമായ ചില താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിങ്ങളാണെന്ന് പറയുന്നു. അവർക്ക് സക്കാത്തിന്റെ വിഹിതം വേണം, അതുപോലെ യുദ്ധമുതലുകളുടെ വിഹിതം കിട്ടണം, തങ്ങൾക്ക് നേരെ മുസ്ലിങ്ങളുടെ സൈനിക നീക്കം ഉണ്ടാവരുത് തുടങ്ങിയിട്ടുള്ള താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത് എങ്കിൽ നമ്മള് വേറെ പല സൗകര്യങ്ങളും കണ്ടുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു നിലപാടുമായിട്ട് ഞങ്ങള് അവരുമായി ഞങ്ങൾക്ക് യോജിച്ചു പോകാൻ പറ്റൂല, അവര് വേറൊരു വീക്ഷണം ഉള്ള ആളുകളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടു കൂട്ടർക്ക് രണ്ട് വീക്ഷണം ഉണ്ടാകാനൊന്നും ഇസ്ലാമിൽ വകുപ്പില്ല. വിശുദ്ധ ഖുർആൻ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇതാണ് മാനദണ്ഡം. അതെന്താണെന്ന് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയാൽ ആരാണ് സത്യവിശ്വാസത്തിന്റെ പാതയിലുള്ളത്, ആരാണ് മുഖത്തസ്മികളായി മാറുന്നത് എന്നത് ഉടനെ അവിടുന്ന് തന്നെ തീരുമാനമാക്കാൻ പറ്റും. അപ്പൊ ഇത് വിശ്വാസപരമായ ദൗർബല്യത്തിന്റെയോ പൂർണ്ണതല്ലായികയോ അല്ലെങ്കിൽ ചിലപ്പോഴേക്കെങ്കിലും നിഫാഖിന്റെയോ ഒക്കെ എലിമെന്റ് അടങ്ങിയിട്ടുള്ള ഒരു നിലപാടാണ് എന്നതാണ് വസ്തുത. വ്യക്തികളായാലും സംഘടിത വിഭാഗങ്ങളായാലും ഈ കാര്യത്തില് അങ്ങനെയുള്ള വീഴ്ചകളും എന്താ പറയാ അപര്യാപ്തതകളും ഉള്ള ആളുകളാണ് എന്നത് ഒരു വസ്തുതയാണ്. അപ്പോ അത്രയ്ക്കും മതി അത് സംബന്ധമായിട്ട് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് നമുക്ക് ആളുകളെ പോസിറ്റീവ് ലൈനില് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളായി മാറുന്നതിന് പ്രേരിപ്പിക്കുക എന്നതല്ലാതെ അവരെ അകറ്റുന്നതിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ലല്ലോ. അവരെ ചേർത്ത് പിടിക്കുകയും അവരിലെ നിലവിലുള്ള ആളുകളെ കൂടുതൽ സ്ട്രീംലൈൻഡ് ആക്കാൻ ശ്രമിക്കുകയും വരും തലമുറയെ കൂടുതൽ ഇസ്ലാമിനോടും ദീനിനോടും ഈമാനിനോടും ഒക്കെ ആഭിമുഖ്യമുള്ളവരാക്കുകയും ചെയ്യാൻ വേണ്ട ഒരു നയപരമായ സമീപനമാണ് ഏത് വിഭാഗങ്ങളോടും സ്വീകരിക്കേണ്ടത് എന്നതിനാൽ നമ്മൾ അവരെ അകറ്റുന്ന ഒരു സമീപനം സ്വീകരിക്കേണ്ടതില്ല. കാരണം അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം തന്നെ. എന്നാൽ താത്വികമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് ഹെക്കായിട്ടും ബാത്തിലായിട്ടും തന്നെ വേർതിരിച്ച് പറയേണ്ടതുണ്ട്. അത് അള്ളാഹു കണിശമായി നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ യാതൊരു ബലാത്കാരവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ് എന്നാണ്. റുഷ്ദും ഗയ്യും വളരെ വ്യക്തമായിട്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വേർതിരിച്ച് തന്നെ അത് കാണണം, അങ്ങനെ വേർതിരിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് അത് നൽകുന്ന സൂചന. അതിനുശേഷം ആളുകൾ റുഷ്ദിനെ പിൻപറ്റുന്നവരുണ്ടാവും, ഗയ്യിനെ പിൻപറ്റുന്നവരുണ്ടാവും. അത് അള്ളാഹു അവർക്ക് കൊടുത്ത സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നതേ ആ വിഷയത്തിൽ സാധിക്കുകയുള്ളൂ. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. മറ്റൊരു ചോദ്യം ഇവിടെ ഉള്ളത് അൽഖാബ് എന്ന് പറഞ്ഞാല് പരിഹാസ പേരുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് വിശ്വാസികൾക്ക് വിശ്വാസികളുടെ മേൽ മാത്രമാണോ, അല്ലെങ്കിൽ അബുൽ ഹക്കിമിനെ അബൂ ജാഹിൽ എന്ന് വിളിക്കുന്നത് ശരിയാകുമോ എന്നതാണ് ചോദ്യം. ഇത് അൽഖാബ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ സൂറത്തിൽ കണ്ടു. നിങ്ങൾ അങ്ങനെ ദുഷ്പേരുകൾ വിളിക്കരുത് എന്ന്, ആളുകളെ ഇഷ്ടപ്പെടാത്ത പേരുകൾ വിളിക്കരുത് എന്ന് ഈ സൂറത്തിലെ നിർദ്ദേശങ്ങളൊക്കെയും തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ പരാമർശിക്കപ്പെട്ട സംഗതിയും അങ്ങനെ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹുൻ വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. ഇത് വിശ്വാസികൾക്കുള്ള നിർദ്ദേശമാണ്. ഇസ്ലാമിക സമൂഹത്തിനകത്ത്
പാലിക്കപ്പെടേണ്ട മര്യാദകളെ കുറിച്ചുള്ളതാണ്. ഈ സംഗതി പലപ്പോഴും ഇസ്ലാമുമായി സംഘട്ടനത്തിൽ ഏർപ്പെട്ടുള്ള പോർക്കളത്തില് അല്ലെങ്കിൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളില് ഈ ശത്രുപക്ഷത്തുള്ള ആളുകളെ മാനസികമായും സൈനികമായും ഒക്കെ തളർത്തുന്ന നിലപാടുകൾ ഇസ്ലാം സ്വീകരിക്കാറുണ്ട്. അത് ഇസ്ലാമിക അത് അവരുമായി സംഘട്ടനത്തിലാണ്, ഏറ്റുമുട്ടലിലാണ്, യുദ്ധത്തിലാണ്. ആ ഒരു സാഹചര്യമല്ല ഇസ്ലാമിക സമൂഹത്തിനകത്തുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ ഒരു ബന്ധത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അത് ആളുകൾ ഇഷ്ടപ്പെടാത്ത പേരുകള് അവരെ വിളിക്കുന്നത് ഈ സമൂഹത്തിലെ ഊഷ്മളമായ ഒരു ബന്ധത്തെ, ഒരു സ്നേഹബന്ധത്തെ, സാഹോദര്യ ബന്ധത്തെ ഒക്കെ തകർത്ത് കളയുന്ന ഒരു കാര്യമാണ്. ഈ ശത്രുപക്ഷത്തുള്ള ആളുകളുടെ കാര്യത്തില് അവരുമായി ശത്രുതയിൽ തന്നെയാണ്, അതുകൊണ്ട് അവരുമായി പോരാട്ടത്തിലുമാണ്. അവരെ എല്ലാ കാലത്തേക്കും അങ്ങനെ അകറ്റി നിർത്തണം എന്നതല്ല. ഇവിടെ ഒരു ആദർശത്തിന്റെ അടിസ്ഥാനത്തില് ഒരു സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സൈനികമായും അതുപോലെയൊക്കെയുള്ള ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ അങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ പോലെയുള്ള ഒരു 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 മിക്സ്ഡ് സൊസൈറ്റിയുടെ ഒരു വളരെ വിചിത്രമായ ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ വ്യക്തികളോട് അങ്ങനെയുള്ള നല്ല പെരുമാറ്റവും നല്ല ബന്ധവും അതുപോലെ തന്നെ നല്ല സമീപനവും ഒക്കെ സ്വീകരിക്കുന്നത് സംബന്ധമായിട്ടല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അത് വ്യത്യസ്തമായൊരു സാഹചര്യമാണ്. അവിടെ എല്ലാവർക്കും ആദരവും ബഹുമാനവും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരോട് പെരുമാറേണ്ടതും നിലപാടുകൾ സ്വീകരിക്കേണ്ടതും. എല്ലാവരോടും ഇത് ഒരു പോരാട്ടത്തിന്റെയോ സംഘർഷത്തിന്റെയോ ഒന്നും രംഗമല്ലാത്തത് കൊണ്ട് തന്നെ അവരോട് സൗമ്യത ഉള്ള നിലപാട് തന്നെയാണ്. പക്ഷെ പോരാട്ടത്തിന്റെ ഘട്ടങ്ങളിൽ പലപ്പോഴും ഖുർആൻ തന്നെ അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്ന നിലക്കൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ തന്നെ ഈ വിധത്തിലുള്ള പ്രയോഗങ്ങൾ അവരെ പരാമർശിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അത് നടത്തുന്നത് ഒരു തെറ്റായ ഒരു സംഗതിയല്ല. അത് അവരെ ഇപ്പോ ഈ അബുൽ ഹക്കം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആള്, അത് ആയിരുന്നില്ല അയാളുടെ ശരിക്കുള്ള പേര്. അത് അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ കഴിവും അദ്ദേഹത്തിന്റെ സാമർഥ്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്ന സമൂഹത്തിൽ വന്നു ചേർന്ന ഒരു പേരാണ്. അത് അദ്ദേഹത്തെ ആ സമൂഹം വിലമതിച്ചിരുന്ന ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പേരാണ്. ആ പേര് യഥാർത്ഥത്തിൽ അദ്ദേഹം ജീവിതത്തില് ഒട്ടും അന്വർത്ഥമായി ആയിരുന്നില്ല എന്നത് ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. കാരണം അള്ളാഹു കൊടുത്ത വളരെ വിശിഷ്ടമായ ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തില് ഈ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബുദ്ധിപരമായ കഴിവും ഔന്നത്യവും ഒക്കെ തന്നെ. പക്ഷെ ഇത് ഒരാളുടെ ബുദ്ധിപരമായ കഴിവും ഔന്നത്യവും ഒക്കെ തന്നെ ആത്യന്തികമായിട്ട് പരിഗണിക്കുമ്പോൾ അയാളുടെ ജീവിത പരാജയത്തിന് പലപ്പോഴും കാരണമാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ബുദ്ധിമാനായ ഒരാള് പക്ഷെ ഏറ്റവും ബുദ്ധിശൂന്യമായ ഒരു ചോയ്സ് ആണ് ജീവിതത്തിൽ നടത്തുന്നത് എന്നത് കാണുമ്പോൾ അയാളെ അബുൽ ഹക്കം എന്ന് വിളിക്കാൻ ഒരാൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് കഴിയില്ല. സ്വാഭാവികമായിട്ടും അബൂ ജഹൽ എന്നുള്ള ബുദ്ധിശൂന്യതയുടെ പിതാവ് എന്ന നിലക്ക് ഉള്ള ഒരു പേര് തന്നെയാണ് അയാൾക്ക് വന്നു ചേരുക. അത് സമൂഹത്തിൽ ഇതുപോലെ വന്നു ചേർന്നതുമാണ്. അത് ഇസ്ലാമിക സമൂഹം ആ പേര് മാറ്റി നിർത്തിയിട്ടില്ല. ആ പേര് വിളിക്കുന്ന, ആ പേര് പരാമർശിക്കുന്ന ഒരു രീതി തന്നെയാണ് ഉണ്ടായിരുന്നത്. അതില് ഈ ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശത്തിന് വിരുദ്ധമായ ഒരു സംഗതി അല്ല അത്. അതും പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അവര് പോർക്കളത്തിലാണ്. ദീർഘമായ വർഷങ്ങള് മക്കയില് ഇസ്ലാമിക സമൂഹത്തെ ഭീകരമായ വിധത്തിൽ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന സംഗതികൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പം പക്ഷെ അയാൾക്ക് ബുദ്ധിയും കഴിവും ഒക്കെ ഉണ്ടായിട്ടും ജീവിതത്തിൽ ഏറ്റവും മൂഢമായ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ബാത്തിലിന്റെ കൂടെ നിൽക്കാൻ, ജാഹിലിയത്തിന്റെ കൂടെ നിൽക്കാൻ, അത് വലിയ പ്രേരണ അയാളുടെ ഈഗോ തന്നെയാണ് എന്നത് വളരെ വ്യക്തമാണ്.
അയാൾക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകന് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായിയാകുക എന്നത് ആലോചിക്കാൻ പോലും കഴിയാത്ത, അദ്ദേഹത്തിന്റെ അഹന്തയെ അടക്കി നിർത്താൻ കഴിയാത്ത ഒരു വിഷയമാണ്. യഥാർത്ഥത്തില് ബുദ്ധിയും കഴിവും നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെയുള്ള തരം നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കാണാം. ജാതീയമായിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ബൗദ്ധികമായ സാധ്യതകളുടെയും ദൈക്ഷണികമായ കഴിവുകളുടെയും ഒക്കെ പേരിലോ ഒക്കെ തന്നെ വളരെ ഉയർന്നു നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ബോധ്യപ്പെട്ട കാര്യമാണ് ഭൂമുഖത്ത് ഏറ്റവും അഭിലഷണീയമായ സത്യം, ഒരാൾ ഉൾക്കൊള്ളേണ്ടതും പിന്തുടരേണ്ടതുമായ സത്യം ഇസ്ലാമാണ് എന്നത്. പലപ്പോഴും അവരത് പറയാറുമുണ്ട്. പൊതുവേദികളിലൊക്കെ അവസരം ഉണ്ടാകുമ്പോൾ ഇസ്ലാമിന്റെ ദൈക്ഷണികമായ ഒരു യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമാണ് ഹക്ക് എന്നത് പരോക്ഷമായിട്ടൊക്കെ സൂചിപ്പിക്കുന്ന ആളുകളാണ് അവർ. പക്ഷെ അവരത് അംഗീകരിക്കില്ല, അത് സ്വീകരിക്കാനോ പിൻപറ്റാനോ സന്നദ്ധരാവില്ല. കാരണം എന്താ? ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി താൻ ഒരുപാട് ചെറുതായി പോകും എന്ന ഒരു ഈഗോ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആ ഈഗോ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തങ്ങളുടെ ഈഗോയെ ഓവർകം ചെയ്തുകൊണ്ട് ഹക്കിന് വിധേയപ്പെടാൻ അല്ലെങ്കിൽ ഹക്കിന്റെ പാതയിലേക്ക് വരാനൊന്നും മനസ്സങ്ങ് വരൂല. അങ്ങനെയുള്ള ആളുകളുടെ മനോഘടനയാണ് ഈ യഥാർത്ഥത്തിൽ ഇതിൽ വെളിവാകുന്നത്. അപ്പൊ ഈ അബൂ ജഹൽ എന്ന വിളിപ്പേര് വന്നിട്ടുള്ളത് അയാളെ അർഹിക്കുന്ന വിധത്തിൽ സ്വാഭാവികമായി തന്നെ വന്നു ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അത് പക്ഷെ എന്തെങ്കിലും നിലക്ക് അദ്ദേഹത്തിന്റെ ശാരീരികമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈകല്യങ്ങളോ ഒന്നും എടുത്തു കാണിക്കുന്ന വിധത്തിലുള്ളതല്ല. നിലപാടിന്റെ ഒരു റിഫ്ലക്ഷൻ എന്ന നിലക്കുള്ള ഒരു വിളിപ്പേര് വന്നു ചേർന്നതാണ്. അത് ഇനി അയാള് ആ പേര് വിളിച്ചതിന്റെ പേരില് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനും ഇല്ല. അയാൾ ഇസ്ലാമിനോട് പോരടിച്ചുകൊണ്ടിരുന്ന ആളാണല്ലോ. ഇസ്ലാമിനോട് ശത്രുതയിലും പോരാട്ടത്തിലും ഒക്കെ ആയിരുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശം മുസ്ലിം സമൂഹത്തിനകത്ത് ഉണ്ടാവേണ്ട നിർമ്മലമായ, വളരെ സൗമ്യമായ, ഊഷ്മളമായ ഒരു സാമൂഹ്യ ബന്ധത്തിന്റെ ആവശ്യത്തിന്റെ അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള നിർദ്ദേശമാണ്. അതേ വിധത്തില് ഇസ്ലാമിനോട് ശത്രുത കാണിക്കുന്ന ആളുകളോട് പെരുമാറണം എന്നത് ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല. നമ്മൾ തന്നെ പലപ്പോഴും ഫാഷിസ്റ്റ് എന്നുള്ള പദം ഉപയോഗിക്കുന്നതും അതുപോലെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ആളുകളെ സമാനമായ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതൊക്കെ വളരെ കോമൺ ആണ്. അത് അവരർഹിക്കുന്ന ഒരു സംഗതിയുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു ചോദ്യം, ഇവിടെ ഒരു മുസ്ലിം രാജ്യം, ഉദാഹരണം ഒരു മുസ്ലിം രാജ്യം ഇവിടെ പാകിസ്ഥാൻ ആണ് അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രാജ്യവുമായി ഈ ബന്ധപ്പെട്ടുകൊണ്ട് തീർത്തും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ സംഘർഷമുണ്ടായാൽ മുസ്ലിങ്ങൾ എന്ന നിലക്ക് ആരുടെ പക്ഷത്താണ് നാം നിലകൊള്ളേണ്ടത് എന്നതാണ് ചോദ്യം. രണ്ടിലും നിൽക്കരുതെന്ന് ഫുഖഹാക്കൾ പറഞ്ഞത് സൂചിപ്പിച്ചിരുന്നല്ലോ എന്ന്. അത് കേവലം ഭൗതിക താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് രണ്ട് പക്ഷങ്ങൾ, അല്ലെങ്കിൽ രണ്ട് ത്വാഇഫത്തുകൾ പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥ. യഥാർത്ഥത്തിൽ ഈ സൂറത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അങ്ങനെ ഇസ്ലാമും അതുപോലെ ഇസ്ലാം അല്ലാത്തവരും തമ്മിലുള്ള സംഘർഷത്തെ കുറിച്ചല്ല, ഇസ്ലാമിന്റെ ശത്രുക്കളുമായിട്ടുള്ള സംഘർഷത്തെ കുറിച്ചല്ല. മുസ്ലിം സമൂഹത്തിനകത്ത് രണ്ട് സംഘങ്ങള്, രണ്ട് ചേരി തിരിഞ്ഞ് അവര് ഒരു പോരാട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്ന കാര്യത്തിലാണ് ഈ നിർദ്ദേശം ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. ഒരു മുസ്ലിം രാജ്യം നമ്മുടെ രാജ്യവുമായിട്ട്, നമ്മുടേത് ഒരു മുസ്ലിം രാജ്യമല്ല, മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു പൊതുവായ ഒരു രാജ്യമാണ്. ഇസ്ലാം അല്ല ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെയോ സാമൂഹ്യ ജീവിതത്തിന്റെയോ ഒന്നും അടിത്തറ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മുസ്ലിങ്ങളായ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതാണ്. പലപ്പോഴും ഇത് ദേശീയതയുടെയോ അല്ലെങ്കിൽ രാജ്യസ്നേഹത്തിന്റെയോ ഒക്കെ വഴിവിട്ട വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് അക്രമത്തിന് അല്ലെങ്കിൽ അനീതിക്ക്, അത് നമ്മുടെ നാട് ചെയ്യുന്നതാണെങ്കിലും അതിന് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ അതിന് പോരാടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സംസാരമൊക്കെ പലരും നടത്തുന്നത് കാണാറുണ്ട്.
എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാമിന്റെ ഒരു നിലപാടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ രാജ്യമായാലും വേറൊരു രാജ്യമായാലും നീതി എവിടെയാണുള്ളത്, ആ നീതിയുടെ പക്ഷത്തെയാണ് പിന്തുണക്കേണ്ടത്. നമ്മുടെ രാജ്യം അക്രമം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ആ അക്രമത്തിനെ പിന്തുണച്ചുകൊണ്ട് അയൽ രാജ്യത്തിനെതിരിൽ നിലപാടെടുക്കുക എന്നുള്ളത് ഇസ്ലാമികമായ ഒരു നിലപാടായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടേ ഇല്ല. അങ്ങനെ ചില തെറ്റിദ്ധാരണകള് പണ്ഡിതന്മാര് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നത് കാണാം. ഇസ്ലാം അങ്ങനെ ഒരു സംഗതിയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹക്കിനോടൊപ്പമാണ്, അദിലിനോടൊപ്പമാണ്, ഖിസ്തിനോടൊപ്പമാണ് നിലകൊള്ളാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അപ്പോ വ്യക്തമായിട്ടും മുസ്ലിം സമൂഹമാണ് ഈ ഇതിലൊരു കക്ഷിയെങ്കിൽ അവര് എല്ലായ്പ്പോഴും ഹക്കിനും അദിലിനും ഖിസ്തിനും അനുകൂലമായിട്ട് നിലകൊള്ളുന്നവരാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പക്ഷത്തിന് ഒരു മാനസികമായിട്ട് പോലും പിന്തുണ ഉണ്ടാവുക. അതല്ലെങ്കിൽ അനീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിൽ, അക്രമത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിൽ അങ്ങനെ യാതൊരു മാനസികമായ പിന്തുണയും ആരോടും ഉണ്ടാവേണ്ടതില്ല, ഉണ്ടാവാൻ പാടുമില്ല. ഇതേ ഒരു സംഗതി ഇപ്പൊ നമ്മുടെ രാജ്യം അക്രമപരമായിട്ടുള്ള ഒരു വഴിയിലേക്കാണ് പോകുന്നതെങ്കിൽ ആ അക്രമം തിരുത്താൻ സാധിക്കുമെങ്കിൽ ആ തിരുത്താൻ വേണ്ട ഇടപെടൽ നടത്തുകയാണ് വേണ്ടത്. നമ്മള് അക്രമികളുടെ ഒരു രാജ്യമായി മാറാൻ പാടില്ല. നീതിയുടെ, നന്മയുടെ, അതുപോലെ ന്യായത്തിന്റെ പക്ഷത്ത് നിലകൊള്ളുന്നവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നീതിയും ന്യായവും ഇല്ലാത്ത ഒരു സംഗതിക്ക് ആണ് നമ്മുടെ രാജ്യം ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ സാധിക്കുമെങ്കിൽ തടയുക, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യമായ ഒരു നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ വേറൊരു ചോദ്യം, ഒരു രാജ്യത്ത് ഭരണകൂടം വിശ്വാസികളോട് അക്രമപരമായിട്ടാണ് പെരുമാറുന്നത്. ഭരണകൂടവും അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയ സംഘടനകളും ഒക്കെ, അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ മുസ്ലിങ്ങളോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ അവരെ തിരികെ ആക്രമിക്കാനോ സ്വയം പ്രതിരോധിക്കാനോ പറ്റുമോ? അത്തരം അവസ്ഥയിലുള്ള മുസ്ലിങ്ങൾക്ക് കായികമായി സ്വയം പ്രതിരോധിക്കുന്നതിന് ഇസ്ലാമിൽ വല്ല വകുപ്പുമുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പോ ഒരു ന്യൂനപക്ഷ സമൂഹം എന്ന നിലക്ക്, അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവുള്ള ഒരു വിഭാഗം എന്നുള്ള നിലക്ക് അവര് അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ പലപ്പോഴും വളരെ ഭീകരമായ വിധത്തിൽ തന്നെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിലുള്ള ഒരു നിലപാട് എന്തായിരിക്കണം എന്നതാണ് അടിസ്ഥാനപരമായിട്ട് ഈ ചോദ്യം മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥത്തില് ആത്മപ്രതിരോധം എന്നത് ആരുടെയും ജന്മാവകാശമാണ്. ഒരു വ്യക്തി എന്തൊക്കെ സാമൂഹ്യ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നിടത്താണെങ്കിലും അകാരണമായിട്ട് ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അയാള് അനീതിക്ക് ഇരയാവുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാനും ചെറുത്തു നിൽക്കാൻ, പ്രതിരോധിക്കാനുള്ള അവകാശം അയാൾക്ക് ജന്മപരമായിട്ട് തന്നെ ഉള്ളതാണ്. അത് മനുഷ്യൻ പോലും ആവണമെന്നില്ല, മൃഗങ്ങൾക്ക് പോലും അങ്ങനെയുള്ള ഒരു അവകാശം ഉള്ളത് നമുക്ക് ചുറ്റുപാട് നോക്കിയാൽ കാണാൻ കഴിയും. നിലനിൽപ്പിന് വേണ്ടി അക്രമത്തിന് ഇരയാകുമ്പോൾ അതിനെതിരെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെയും അവകാശമാണ്. അത് വ്യക്തി എന്നുള്ള നിലക്കും ഒരു സമൂഹം എന്ന നിലക്കാണ് വേട്ടയാടപ്പെടുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും അതിനെ നേരിടാനും ഒക്കെ ഒരു സമൂഹം എന്ന നിലക്കും അതിനുള്ള ആലോചനകളും സംവിധാനങ്ങളും ഒക്കെ കണ്ടെത്തേണ്ടി വരും. അത് പലപ്പോഴും അത് വളരെ അനിവാര്യമായ ഒരു സംഗതിയായിട്ടും ലക്ഷ്യം വെച്ചുകൊണ്ട് ചില വിഭാഗങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന, അക്രമപരമായി ഒക്കെ ഇപ്പം പല നിലപാടുകളിലൂടെ അവരെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന്, പൊതു ഇടങ്ങളിൽ നിന്നൊക്കെ അകറ്റുന്ന, അതുപോലെ അവസരങ്ങൾ നിഷേധിക്കുന്ന, വിദ്യാഭ്യാസപരമായ തൊഴിൽപരമായ അവസരങ്ങളെ നിഷേധിക്കുന്ന ഒക്കെ പല നടപടികളും നമ്മൾ കാണാറുണ്ട്. അപ്പോ ഈ റിസർവേഷൻ എന്ന പേരിൽ സമീപകാലത്ത് മേൽജാതി റിസർവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന സംഗതി വളരെ അനീതിപരമായതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റിയിട്ടുണ്ട്. റിസർവേഷന്റെ താല്പര്യം തന്നെ തകിടം മറിക്കുന്ന വിധത്തിലുള്ള ഒരു സംഗതിയാണ് യഥാർത്ഥത്തില്. എന്നിട്ട് ഏതൊരു സമൂഹങ്ങള് പിന്നോക്കം നിന്നുപോയ വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള താല്പര്യത്തിലാണല്ലോ ഈ റിസർവേഷൻ പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നത് തന്നെ. അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളെക്കാൾ
പോലും കൂടുതലായിട്ട് ഈ മേൽജാതി റിസർവേഷന്റെ ഗുണം ലഭിക്കുന്ന വിധത്തിലൊക്കെ നിയമനിർമ്മാണം നടത്തി അത്തരം ക്ലാസ്സസിലുള്ള സെക്ഷൻസിലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുകയും മറ്റുള്ളവരെ തഴയുകയും ചെയ്യുന്ന രീതിയൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ നോക്കുകുത്തികളായി നിൽക്കുക എന്നുള്ളതൊന്നും ഒരു ശരിയായ നിലപാടല്ല. അത് ബുദ്ധിപൂർവകമായിട്ട് അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി കൈകോർക്കുന്നതും ഒക്കെ ജന്മപരമായിട്ടുള്ള അവകാശമാണ്. ഇസ്ലാമിൽ അത് അനുവദനീയാണോ എന്ന് ചോദിച്ചാൽ ഇസ്ലാം ആത്മപ്രതിരോധത്തിന് ഒരിക്കലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. യുദ്ധം സംബന്ധമായിട്ട് ഇസ്ലാം അനുവാദം നൽകുന്നത് വേറൊരു വിഷയമാണ്. അത് അക്രമത്തിന് ഇരയായ ഒരു സമൂഹത്തിന് അവര് മർദ്ദിതരായിരുന്നു എന്നതിന്റെ പേരിൽ അവർക്ക് ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യാൻ അനുമതി നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവര് മദീനയിലേക്കുള്ള പലായനത്തിന് ശേഷമാണ്. അവിടെയാണ് അതിനുള്ള നിർദ്ദേശം നൽകപ്പെടുന്നത്. അതിന്റെ ഒരു ലോജിക്കും ഖുർആൻ ഒരിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ അവർക്ക് ഒരു ഇടം ഉള്ള അവസ്ഥയിൽ മാത്രമാണ് അത് സാധിക്കുക. അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് അത് സാധിക്കാത്ത ഒരു കൂടുതൽ അവരെ അപകടപ്പെടുത്തുന്ന ഒരു സംഗതിയായിരിക്കും. അപ്പോ യുദ്ധം എന്നത് വേറൊരു വിഷയമാണ്. എന്നാൽ ആത്മപ്രതിരോധം എന്നത് അത് വ്യക്തികൾ എന്ന നിലക്കായാലും സംഘങ്ങൾ എന്ന നിലക്കായാലും അത് ഇസ്ലാം വിലക്ക് ഏർപ്പെടുത്തിയ ഒരു കാര്യമല്ല. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഹുദൈബിയ സന്ധിയിലെ നിബന്ധനകളുടെ ഫലമായിട്ട് മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ജീവിതം ദുസ്സഹമായ ചിലര് അവിടുന്ന് ചാടി രക്ഷപ്പെടുകയും മദീനയിലേക്ക് എത്തുകയും ചെയ്തപ്പോ അവരെ ആ കരാറിന്റെ കാരണത്താൽ തിരിച്ചയക്കുന്ന സംഭവം ഉണ്ടായി. ഈ ആളുകള് ചെങ്കടലിന്റെ തീരത്തൊരിടത്ത് പോയി താവളം കണ്ടെത്തുകയും അവര് അങ്ങനെ വന്ന പലരും അങ്ങോട്ട് എത്തിച്ചേരുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു സംഘമായി മാറി അവര് ചില നടപടികളും പ്രതിരോധ അതുപോലെ അവരോട് ചെയ്ത ദ്രോഹത്തിനുള്ള പ്രതിക്രിയ എന്നുള്ള നിലക്കൊക്കെ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു. അവസാനം ശത്രുക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അവരെ ഇനി തിരിച്ചയക്കരുത് എന്ന് പറയുവോളം കാര്യങ്ങൾ എത്തിയല്ലോ. അപ്പൊ അത് ആ ആളുകള് ജന്മപരമായിട്ട് തന്നെ അവർക്കുള്ള ആത്മപ്രതിരോധത്തിനുള്ള അനുവാദം പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഖുർആൻ പ്രത്യേകിച്ച് നിർദ്ദേശം നൽകിയത് കൊണ്ടൊന്നുമല്ല. പക്ഷെ അവർക്ക് ജീവിക്കാനുള്ള അതിജീവനത്തിനുള്ള അവകാശം ജന്മപരമായിട്ട് തന്നെ ഉള്ളതാണ്. അത് അവർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാം വിലക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഓരോ നാട്ടിലും നിലനിൽക്കുന്ന സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് കൂടുതൽ സങ്കീർണമാക്കുന്ന വിധത്തിലല്ലാതെ അതുപോലെ കൂടുതൽ അപകടം ക്ഷണിച്ചു വരുത്തുന്ന വിധത്തിലല്ലാതെ ആത്മപ്രതിരോധം എന്നത് ഏത് ബുദ്ധിപൂർവകമായി കാര്യങ്ങളെ വിലയിരുത്തി തീരുമാനങ്ങളിലേക്ക് എത്തുന്നവരും സ്വീകരിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അത് ഒരു ലാർജ് സ്കെയിലിലൊക്കെ കാണുമ്പോഴാണ് നമ്മൾ വലിയ സങ്കീർണമായിട്ട് തോന്നുന്നത്. നമ്മളെ വീട്, നമ്മുടെ പെണ്ണുങ്ങളെ, സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ സഹോദരിമാരെയൊക്കെ മാനഭംഗപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുക, നമ്മുടെ വീട് കയ്യേറുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സാധിക്കുന്ന വിധത്തിൽ പ്രതിരോധിക്കുമല്ലോ. അതിനൊരല്പം നമ്മൾ മുൻകൂട്ടി കാണുക എന്നത് മാത്രമാണ് ഈ ചോദ്യത്തിന്റെ വിഷയത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു നിലപാട് ആവശ്യമായിട്ട് വരുന്നത്. അത് വേണ്ടി വരും. പക്ഷെ അത് ബുദ്ധിപൂർവകമാണോ അല്ലെ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലാണോ അല്ലേ എന്നതൊക്കെ ഓരോ കാലഘട്ടത്തിലെയും അത് ആ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിലെ പ്രമുഖരായ ആളുകൾ കൂടിയാലോചന ചെയ്തിട്ട് അതിനു വേണ്ട ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. പൊതുവായിട്ട് എല്ലാ കാലത്തേക്കും എല്ലായിടത്തേക്കുമായിട്ട് അങ്ങനെ ഒന്ന് പറഞ്ഞു വെക്കാൻ സാധിക്കില്ല. ഓരോ ഘട്ടത്തിലും ഇപ്പൊ മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യം തുടങ്ങിയ ആദ്യ വർഷങ്ങളില് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകൾ അവിടെയുണ്ട്. പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിന്റെ മാർഗത്തിൽ ഷഹീദായ ഒരുപാട് പേര് നമ്മൾ ചരിത്രത്തിൽ അവരെ പരാമർശിക്കുന്നത് കാണാം. എന്തായാലും ആ ഘട്ടങ്ങളിലൊന്നും ചെറുത്തു നിൽപ്പും പ്രതിരോധവും ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം അവർക്ക് അത് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അത്രയും ദുർബലരായിരുന്നവരും
അടിമകളായി ജീവിച്ചിരുന്നവരും ഒക്കെയായ ആളുകളാണ് അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിരുന്നത്. അവര് ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങി പലരും മരിച്ചു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ സാധിക്കുക എന്നതൊരു വിഷയമാണല്ലോ. നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുക എന്നുള്ളത് കഴിയും. അത് പക്ഷെ അതിന് ഇസ്ലാമിൽ വിലക്കൊന്നുമില്ല. വ്യക്തികൾ എന്ന നിലക്കോ ചെറിയ സംഘങ്ങൾ എന്ന നിലക്കോ ഒക്കെയുള്ള അങ്ങനത്തെ ചെറുത്തുനിൽപ്പുകള് സ്വന്തം നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നതിനാൽ അത് ഇസ്ലാം വിലക്കിയിട്ടില്ല. അതേ സമയത്ത് യുദ്ധം എന്നൊരു സംഗതി മറ്റൊന്നാണ്. അത് ഇസ്ലാമിക സമൂഹത്തിന് ഒരു ഇടം അവരുടെ നിയന്ത്രണത്തിലുള്ളതായി കിട്ടിയ ഒരു സന്ദർഭത്തിലാണ് അതിന് സാധ്യത തുറന്നു വന്നിട്ടുള്ളത്. ചെറുത്ത് നിൽപ്പും പ്രതിരോധവും ഒക്കെ ഏത് അവസ്ഥയിലും എല്ലാവരുടെയും അവകാശമാണ്. അതിന് മുസ്ലിങ്ങൾ എന്നൊന്നുമില്ല. വേറെ അപ്പം എത്രയോ ലോകത്ത് പല വിധത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന വിഭാഗങ്ങളുണ്ടല്ലോ. അവർക്കൊക്കെയും തന്നെ ഈ ആത്മപ്രതിരോധത്തിനും ചെറുത്ത് നിൽപ്പിനുമുള്ള അർഹതയും അവകാശവും ഉണ്ട്. അത് ഇസ്ലാം ഒരാൾക്കും വിലക്കിയിട്ടില്ല എന്നത് കാണാൻ സാധിക്കും. ചോദ്യങ്ങൾ ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.